വെൽക്കം ടു ഐ പ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സെക്ഷനിൽ നിന്ന്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇറ്റ് ഈസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The viscosity of liquid decrease with increase in temperature due to. അപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് വിസ്കോസിറ്റി കുറയാൻ കാരണം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കറിയാം ലിക്വിഡ്സില് വിസ്കോസിറ്റി ഉണ്ടാവാൻ കാരണം കോസി ഫോഴ്സ് ആണ് അല്ലേ. അപ്പൊ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് കോസി ഫോഴ്സ് ഡിക്രീസ് ചെയ്യുന്നു. ആ കോസി ഫോഴ്സ് ഡിക്രീസ് ചെയ്യുന്നത് കൊണ്ടാണ് ലിക്വിഡ്സിൽ വിസ്കോസിറ്റി എന്ത് ചെയ്യുന്നത്, ഡിക്രീസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ആ ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ ഓപ്ഷൻ എ തന്നെ നോക്കി കഴിഞ്ഞാൽ എന്താ, ഡിക്രീസ് കോസി ഫോഴ്സ്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് പറയാം ഓപ്ഷൻ എ ദാറ്റ് ഈസ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആണ്, ഡിക്രീസ് കോസി ഫോഴ്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ആൻസർ കറക്റ്റ് ആണോ നോക്കാം. ആൻസർ ഡിക്രീസ് കോസി ഫോഴ്സ് കറക്റ്റ് തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ് ദ ഷിയർ സ്ട്രെസ് ഈസ്. ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സിൽ ഷിയർ സ്ട്രെസ് എങ്ങനെയാണ്? അപ്പൊ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ഒബേ ചെയ്യുന്ന ഫ്ലൂയിഡ്സിനെയാണെന്ന് പറയുന്നത് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ് എന്ന്. അപ്പൊ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്ന് പറയുന്ന ഷിയർ സ്ട്രെസ് directly proportional to velocity gradient du by dy. Shear stress directly proportional to velocity gradient അല്ലെങ്കിൽ shear stress directly proportional to shear strain എന്ന് പറയുന്ന ലോയിനെയാണ് ദാറ്റ് ഈസ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. അത് ഒബേ ചെയ്യുന്ന ഫ്ലൂയിഡ്സ് ആണ് എന്താ, ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ്. ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ഒബേ ചെയ്യുന്ന ഫ്ലൂയിഡ്സ് ആണ് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ്. ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റിനെ മാറ്റി കഴിഞ്ഞാൽ ടോ ഈസ് ഈക്വൽ ടു മ്യൂ du by dy എന്ന് എഴുതാം. ആ മ്യൂവിനെ നമുക്ക് ഈ പറയുന്ന ഡൈനാമിക് വിസ്കോസിറ്റി അല്ലെങ്കിൽ അബ്സല്യൂട്ട് വിസ്കോസിറ്റി അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് പറയാം. അതിന്റെ യൂണിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ പാസ്കൽ എന്ന് പറയാം, പാസ്കൽ സെക്കൻഡ് എന്ന് വിളിക്കാം. അപ്പൊ ഇതിന്റെ ഓപ്ഷൻ നോക്കണമെങ്കിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി ഗ്രേഡിയന്റ്. അപ്പൊ വെലോസിറ്റി ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഇല്ല, അല്ലെങ്കിൽ റേറ്റ് ഓഫ് എന്താ ഷിയർ സ്ട്രെയിൻ എന്ന് പറയാം. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, okay, in Newtonian fluids the shear stress is in the direct proportion to the shear strain. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The correct statement is, ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? ഫയർ പോയിന്റ് ഈസ് ഹയർ ദാൻ ഫ്ലാഷ് പോയിന്റ്. ഫയർ പോയിന്റ് ആണ് ഹയർ ദാൻ ഫ്ലാഷ് പോയിന്റ്. രണ്ടാമത്തെ ഫയർ പോയിന്റ് ഈസ് ലോവർ ദാൻ ഫ്ലാഷ് പോയിന്റ്. മൂന്നാമത്തെ there is no relation between fire point and flash point. Sometimes fire point is higher, sometimes ഫ്ലാഷ് പോയിന്റ്. തെറ്റാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദാറ്റ് ഈസ് ഫയർ പോയിന്റ് ഈസ് ഹയർ. കാരണം ഫയർ പോയിന്റ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് കത്തി നിൽക്കുന്ന പോയിന്റ്. ഫയർ കണ്ടിന്യൂസ് കത്തി നിൽക്കുന്ന പോയിന്റ് ആണ് ഫയർ പോയിന്റ്. ഫ്ലാഷ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ആ വേപ്പേഴ്സ് ജസ്റ്റ് ഇഗ്നേറ്റ് ആവുന്ന പോയിന്റ് ആണ് എന്താ ഫ്ലാഷ് പോയിന്റ്. അപ്പൊ വേപ്പേഴ്സ് ഇഗ്നേറ്റ് ആവുന്ന പോയിന്റ് ഫയർ പോയിന്റിനെ കാട്ടി കുറച്ചുകൂടെ എന്താണ് താഴെയാണ്. അപ്പൊ ഫയർ പോയിന്റ് ആണ് എന്താ ഹയർ ദാൻ എന്താ ഫ്ലാഷ് പോയിന്റ്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ the type of flow in which the velocity at any given time does not change with respect to space. അപ്പോൾ സ്പേസിന് വിത്ത് റെസ്പെക്ട് ടു വെലോസിറ്റി ചേഞ്ച് ചെയ്തില്ലെങ്കിൽ ആ ടൈപ്പ് ഫ്ലോയിനെയാണ് നമ്മൾ യൂണിഫോം ഫ്ലോ എന്ന് പറയുന്നത്. യൂണിഫോം ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്പേസിന് വിത്ത് റെസ്പെക്ട് ടു വെലോസിറ്റി അറ്റ് എനി ഗിവൺ ടൈം എന്ത് ചെയ്ത് ചേഞ്ച് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, യൂണിഫോം ഫ്ലോ എന്ന് പറയാം. ഓക്കെ, സ്റ്റഡി ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമിന് വിത്ത് റെസ്പെക്ട് ടു ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് സച്ച് ആസ് ഡെൻസിറ്റി, വെലോസിറ്റി, ഈ ഒക്കെ പ്രഷർ, ഇതൊന്നും ചേഞ്ച് ചെയ്തില്ലെങ്കിൽ നമുക്ക് അതിനെ എന്ത് പറയാം, സ്റ്റഡി ഫ്ലോ എന്ന് പറയാം. റൊട്ടേഷൻ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ അതിന്റെ തന്നെ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്നെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം, റൊട്ടേഷണൽ ഫ്ലോ എന്ന് പറയാം. കംപ്രസിബിൾ ഫ്ലോ അല്ല, കംപ്രസ് ചെയ്യണമെങ്കിൽ ഡെൻസിറ്റി എന്തായിരിക്കും, നോട്ട് കോൺസ്റ്റന്റ് ആയിരിക്കണം, എന്നാലും നമുക്ക് കംപ്രസിബിൾ ഫ്ലോ ആവും. അപ്പോൾ ഇവിടെ ആൻസർ കറക്റ്റ് എന്താണ്, ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ്, യൂണിഫോം ഫ്ലോ ആണ്. ഓക്കെ, ആൻസർ നോക്കാം. ദാറ്റ് ഈസ് യൂണിഫോം ഫ്ലോ. ദാറ്റ് ഈസ് അടുത്ത ക്വസ്റ്റ്യൻ. ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എ വെഞ്ചുരിമീറ്റർ ഈസ് പ്രിഫേർഡ് ടു ആൻ ഒറിഫൈസ് മീറ്റർ ബിക്കോസ്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് വെഞ്ചുരിമീറ്റർ, അപ്പൊ രണ്ടും യൂസ് ചെയ്യുന്നത് ഡിസ്ചാർജ് കണ്ടുപിടിക്കാനാണ്. വെഞ്ചുരിമീറ്റർ ആണെങ്കിലും അതേപോലെ ഒറിഫൈസ് മീറ്റർ ആണെങ്കിലും ഡിസ്ചാർജ് കണ്ടുപിടിക്കാനാണ് യൂസ് ചെയ്യുന്നത് അറിയാം. അപ്പൊ നമ്മള് എനർജി ലോസ് വളരെ കുറവായത് കൊണ്ടാണ് വെഞ്ചുരി മീറ്റർ പ്രിഫർ ചെയ്യുന്നത്. കാരണം വെഞ്ചുരി മീറ്ററിന് ഒരു കൺവേർജിങ് സെക്ഷനും
അതുപോലെ തന്നെ ഒരു ത്രോട്ട് പോർഷനും ഡൈവേർജിങ് സെക്ഷനും ഇങ്ങനെയാണ് വെഞ്ചൂരിമീറ്റർ വരുന്നത്. പക്ഷെ ഒറിഫൈസ് മീറ്റർ അങ്ങനെയല്ല, അവിടെ ഒരു സഡൻ കോൺട്രാക്ഷൻ ആണ് ഉള്ളത്. അവിടെ എന്താ ഒരു സഡൻ കോൺട്രാക്ഷൻ, അവിടെ ഒരു വീന കോൺട്രാക്ട് എന്നൊക്കെ നമ്മൾ പഠിക്കും അല്ലെ. അപ്പൊ അവിടെ ഒരു സഡൻ കോൺട്രാക്ഷൻ ആണുള്ളത്. ആ കോൺട്രാക്ഷൻ ഉള്ളതുകൊണ്ട് അവിടെ എനർജി ലോസ് എന്താണ് വളരെ കൂടുതലാണ്. അപ്പൊ നമ്മളിവിടെ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ തന്നെ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് വെഞ്ചൂരിമീറ്ററിന് 0.989529 വരെ വരും. കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് ഓഫ് ഇത് വെഞ്ചൂരിമീറ്റർ ആണ്, ഇത് വെഞ്ചൂരിമീറ്ററിന്റെ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് ആണ്. ഇനി ഓറിഫൈസ് മീറ്ററിന്റെ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് നോക്കണമെങ്കിൽ ദർ ഈസ് 0.62 0.65 ഒക്കെ വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിൽ തന്നെ മനസ്സിലാവും ഈ പറയുന്ന പോലെ ഹയർ എനർജി ലോസ് ഉള്ളതുകൊണ്ടാണ് കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് ഓറിഫൈസ് മീറ്ററിന് വളരെ കുറവായിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം എനർജി ലോസ് എന്ന് പറയുന്ന വളരെ കുറവാണ് വെഞ്ചൂരിമീറ്ററിൽ. അതുകൊണ്ടാണ് വെഞ്ചൂരിമീറ്റർ പ്രിഫർ ചെയ്യുന്നത് ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ദാറ്റ് ഈസ് ഹൈഡ്രോളിക് റേഡിയസ് ഓഫ് എ നോച്ച് ഈസ് ഈക്വൽ ടു. ഹൈഡ്രോളിക് റേഡിയസ് എന്തെന്നാണ് ചോദ്യം. അപ്പൊ ഓപ്ഷൻ എ നോക്കുകയാണെങ്കിൽ ഏരിയ ഡിവൈഡഡ് ബൈ ദ സ്ക്വയർ ഓഫ് വെറ്റഡ് പെരിമീറ്റർ, ഏരിയ ഡിവൈഡഡ് ബൈ ദ വെറ്റഡ് പെരിമീറ്റർ, വെറ്റഡ് പെരിമീറ്റർ ഡിവൈഡ് ബൈ ഏരിയ, സ്ക്വയർ റൂട്ട് ഓഫ് ഏരിയ. ഇല്ല, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഹൈഡ്രോളിക് റേഡിയസ് എന്ന് പറയുന്നത് ഏരിയ ഡിവൈഡ് ബൈ വെറ്റഡ് പെരിമീറ്റർ, ഏരിയ ഡിവൈഡ് ബൈ വെറ്റഡ് പെരിമീറ്റർ ആണ് എന്താ ഹൈഡ്രോളിക് റേഡിയസ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അത് നമ്മൾ ഒരുപാട് തവണ ഈ പറയുന്ന ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് ഏരിയ ഡിവൈഡ് ബൈ വെറ്റഡ് പെരിമീറ്റർ ആണ് ഹൈഡ്രോളിക് റേഡിയസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, the unit of Chassis constant, C, Chassis constant, that is Chassis constantന്റെ യൂണിറ്റ് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. that is meter raised to 1/2 per second. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മീറ്റർ റൈസ് ടു 1/2 സെക്കൻഡ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതും ഒന്ന് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ which of the following head loss is significant in pipe? അപ്പോൾ നമ്മൾ പൈപ്പ് ഫ്ലോ എടുക്കുന്ന സമയത്ത് അവിടെ ലോസസ് പറയുന്ന സമയത്ത് മേജർ ലോസും ഉണ്ട്, മൈനർ ലോസും ഉണ്ട്. അപ്പോൾ ഈ സിഗ്നിഫിക്കന്റ് എന്ന് പറയുന്നത് എപ്പോഴും മേജർ ലോസ് ആയിരിക്കും. മേജർ ലോസ് എന്ന് പറഞ്ഞാൽ എന്താ, ദാറ്റ് ഈസ് ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അതായത് HF 4FL/V²/2GD നമ്മൾ പറഞ്ഞിട്ടുള്ള ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ആണ് എന്താ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ലോസ്. ബാക്കി എല്ലാ ലോസസും ഈ ഹെഡ് ലോസ് ഡ്യൂ ടു സഡൻ കോൺട്രാക്ഷൻ അല്ലെങ്കിൽ സഡൻ എൻലാർജ് ഡ്യൂ ടു എന്താ ഗ്രാജുവൽ കോൺട്രാക്ഷൻ, സഡൻ എൻലാർജ്മെന്റ്, അതുപോലെ ബെൻഡ്, ഒബ്സ്റ്റക്കിൾ, ഇതെല്ലാം കാരണമുള്ളതും അതെല്ലാം എന്താ മൈനർ ലോസസ് ആണ്. ആ നമുക്ക് ഈ പറയുന്ന ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു ദ ഫ്രിക്ഷൻ, ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു ഫ്രിക്ഷൻ ആണ് ഈ പറയുന്ന പോലെ നമുക്ക് മേജർ അല്ലെങ്കിൽ സിഗ്നിഫിക്കൻ്റ് എന്ന് പറയുന്നത്. അപ്പം ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ആണ്, അതും ഒന്ന് ഓർത്ത് വയ്ക്കുക. ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ, ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, the energy of the isolated system is always constant which is given by. അപ്പം ഏത് ലോ ആണ്, ഫസ്റ്റ് ലോ ആണോ, 0th ലോ ആണോ, സെക്കൻഡ് ലോ ആണോ, തേർഡ് ലോ ആണോ എനർജി ഓഫ് ദി ഐസൊലേറ്റഡ് സിസ്റ്റം കോൺസ്റ്റന്റ് ആണെന്ന് പറയുന്നത്? അപ്പോൾ നമുക്ക് അത് അറിയാവുന്ന പോലെ തന്നെ എനർജി കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലോ ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലോ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ദാറ്റ് ഈസ് Q is equal to delta U plus W. ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം ആകുമ്പം അവിടെ എനർജി ട്രാൻസ്ഫർ ഇല്ല, ഹീറ്റ് ട്രാൻസ്ഫറോ മാസ് ട്രാൻസ്ഫറോ ഇല്ല. അപ്പോൾ Q is equal to 0, വർക്ക് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ എന്താ ചേഞ്ച് ഇൻ എനർജി എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ചേഞ്ച് ഇൻ എനർജി 0 ആണെങ്കിൽ എനർജി എന്തായിരിക്കണം, കോൺസ്റ്റന്റ് ആയിരിക്കണം. അപ്പോൾ ഐസൊലേറ്റഡ് സിസ്റ്റത്തിന് എന്തായിരിക്കും, എനർജി ഓഫ് ഐസൊലേറ്റഡ് സിസ്റ്റം എപ്പോഴും എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. അത് തരുന്നത് എന്താണ്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ലോ ഡിഫൈൻ ചെയ്യുന്ന ഇന്റേണൽ എനർജിയാണ്, 0th ലോ ടെമ്പറേച്ചറിനെയാണ്, സെക്കൻഡ് ലോ എൻട്രോപ്പിയാണ് ഡിഫൈൻ ചെയ്യുന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ആൻസർ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇനി അടുത്ത 10th ക്വസ്റ്റ്യൻ. എ സീരീസ് ഓഫ് ഓപ്പറേഷൻ വിച്ച് ടേക്ക് പ്ലേസ് ഇൻ എ സർട്ടൻ ഓർഡർ and restored the initial condition at the end is known as. അപ്പോൾ അത് റിവേഴ്സിബിൾ സൈക്കിളാണ്, ഇറിവേഴ്സിബിൾ സൈക്കിളാണ്, തെർമോഡൈനാമിക് സൈക്കിളാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സാണെന്നും സീരീസ് ഓഫ് ഓപ്പറേഷൻ, ഒരുപാട് ഓപ്പറേഷൻ ആണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടന്നു 1 to 2, അതിന് വേറൊരു ഓപ്പറേഷൻ നടന്നു ദറ്റ് ഈസ് 2 to 3, പിന്നെ വീണ്ടും ഒരു ഓപ്പറേഷൻ നടന്നു ദറ്റ് ഈസ് 2 to 3, 3 to 1. അങ്ങനെ സീരീസ് ഓഫ് ഓപ്പറേഷൻ നടന്നിട്ട് തിരിച്ച് ഇനിഷ്യൽ കണ്ടീഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ദറ്റ് ഈസ് തെർമോഡൈനാമിക് സൈക്കിൾ എന്ന് പറയുന്നത്. അതിനെയാണ് എന്ത് പറയുന്നത്, തെർമോഡൈനാമിക് സൈക്കിൾ എന്ന് പറയുന്നത്. സീരീസ് ഓഫ് ഓപ്പറേഷൻ കഴിഞ്ഞ് അത് വീണ്ടും ഇനിഷ്യൽ കണ്ടീഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന് തെർമോഡൈനാമിക് സൈക്കിൾ എന്ന് പറയാം. അപ്പോൾ ആ തെർമോഡൈനാമിക് സൈക്കിളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കാർനോട്ട് സൈക്കിൾ പഠിച്ചിട്ടുണ്ട്, ഓട്ടോ സൈക്കിൾ പഠിച്ചിട്ടുണ്ട്, ഡീസൽ സൈക്കിൾ പഠിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് സൈക്കിൾസിനെ പറ്റി എന്താ പഠിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് എഫിഷ്യന്റ് മെത്തേഡ് ഓഫ് കംപ്രസിംഗ് എയർ. അപ്പൊ എയറിനെ കംപ്രസ് ചെയ്യാൻ മോസ്റ്റ് എഫിഷ്യന്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് അഡയാബാറ്റിക്കലി കംപ്രസ് ചെയ്യുമ്പോഴാണോ, അല്ലെങ്കിൽ ഐസെൻട്രോപിക്കലി കംപ്രസ് ചെയ്യുമ്പോഴാണോ, അല്ലെങ്കിൽ ഐസോതെർമലി കംപ്രസ് ചെയ്യുമ്പോഴാണോ, അല്ലെങ്കിൽ ഐസോകോറിക്കലി കംപ്രസ് ചെയ്യുമ്പോഴാണോ. ഈ അഡയാബാറ്റിക്കലി കംപ്രസ് ചെയ്യുക, ഐസെൻട്രോപിക്കലി എന്ന് വെച്ചാൽ റിവേഴ്സിബിൾ അഡയാബാറ്റിക് പ്രോസസ്സിനെയാണ് നമ്മൾ എന്താ ഐസെൻട്രോപിക് എന്ന് പറയുന്നത്. അതും ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മളിവിടെ വരച്ചു നോക്കുകയാണെങ്കിൽ ഒരു PV ഡയഗ്രാം വരയ്ക്കുമ്പം ഏരിയ അണ്ടർ PV ഡയഗ്രാം എന്ന് പറയുന്ന നമുക്ക് വർക്ക് ട്രാൻസ്ഫർ ആണെന്നറിയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ സക്ഷൻ പ്രഷർ, ഡെലിവറി പ്രഷർ, സക്ഷൻ പ്രഷർ, ഡെലിവറി പ്രഷർ എനിക്കിവിടെ കംപ്രസ് ചെയ്യണം. അപ്പോൾ ഞാൻ 3 രീതിയിൽ കംപ്രസ് ചെയ്യുന്നു. ഇത് ഒരു കംപ്രഷൻ, ഓക്കെ, ഇത് രണ്ടാമത്തെ കംപ്രഷൻ, ഇനി ഇത് മൂന്നാമത്തെ കംപ്രഷൻ. ഓക്കെ, ഇത് 3 രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കംപ്രസ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഈ അത് ഇവിടെ ശ്രദ്ധിക്കുക, ഇത് 1 2 2 2 ഡബിൾ ഡാഷ്. ഓക്കെ, 1 to 2 എന്ന് പറയുന്നത് കംപ്രസ് ചെയ്തത്, 1 to 2 കംപ്രസ് ചെയ്തത് അഡയാബാറ്റിക്കലി ആണ്. ദാറ്റ് ഈസ് PV ഈക്വൽ ടു കോൺസ്റ്റന്റ്. 1 to 2 ഡാഷ് കംപ്രസ് ചെയ്തത് അഡയാബാറ്റിക്കൽ അല്ല, PV ഈക്വൽ ടു കോൺസ്റ്റന്റ് ഐസോതെർമലാണ്. നമ്മളെ 1 to 2 കംപ്രസ് ചെയ്ത ഐസോതെർമലാണ്. 1 to 2 കംപ്രസ് ചെയ്ത ഐസോതെർമലാണ്. ഇനി 1 to 2 ഡാഷ് 2 ഡബിൾ ഡാഷ് കംപ്രസ് ചെയ്തത് ദാറ്റ് ഈസ് അഡയാബാറ്റിക്കൽ, PV റേസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റന്റ്. നീ പറയുന്ന പോലെ 1 to 2 ഡാഷ് കംപ്രസ് ചെയ്ത PV റേസ് ടു N ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്നുള്ളത്. ദാറ്റ് ഈസ് പോളിട്രോപ്പിക്കൽ. അപ്പോൾ നമ്മളിവിടെ നോക്കി കഴിഞ്ഞാൽ മിനിമം വർക്ക്, PV ഡയഗ്രാമിൽ മിനിമം വർക്ക് ചെയ്യുന്ന ആരായിരിക്കും, ദാറ്റ് ഈസ് PV ഈക്വൽ ടു കോൺസ്റ്റന്റ്. എന്ന് വെച്ചാൽ ഐസോതെർമലി കംപ്രസ് ചെയ്യുമ്പോഴായിരിക്കും ദാറ്റ് ഈസ് മോസ്റ്റ് എഫിഷ്യന്റ്. മിനിമം വർക്ക് കൊടുത്ത് നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റുന്നത് ഐസോതെർമലി കംപ്രസ് ചെയ്യുമ്പോഴാണ്. അത് ഓർത്ത് വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ദ മോസ്റ്റ് എഫിഷ്യന്റ് മെത്തേഡ് ഫോർ കംപ്രസിംഗ് എയർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഐസോതെർമലി കംപ്രസ് ചെയ്യുക എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 1 degree Celsius ഈസ് ഈക്വൽ ടു. അപ്പൊ നമ്മൾ കെൽവിനിലാണ് അറിയേണ്ടത്. അപ്പൊ കെൽവിൻ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, കെൽവിൻ എന്ന് പറയുന്നത് ഈക്വൽ ടു ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273.15. ഓക്കെ, ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273.15. അപ്പൊ നമ്മളിത് ഇവിടെ ചോദിച്ചിരിക്കുന്ന 1 degree Celsius ആണ്. ഓക്കെ, 1 degree Celsius എന്ന് പറയുന്നത് കെൽവിനിൽ പ്ലസ് എന്ത് ചെയ്യുക, 1 degree Celsius പ്ലസ് 273.15. അപ്പോൾ എന്ത് കിട്ടും, ദാറ്റ് ഈസ് ഈക്വൽ ടു 274.15 എന്ന് കിട്ടും കെൽവിനിൽ. കെൽവിനിൽ എന്ത് കിട്ടും, ദാറ്റ് ഈസ് 274.15 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ള. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിവൈസ് കംപ്ലൈസ് വിത്ത് ദ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അപ്പൊ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് പറയുന്ന ഡിവൈസ് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ക്ലോസ്ഡ് സൈക്കിൾ ഗ്യാസ് ടർബൈൻ ആണോ? അല്ല. ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ ആണോ? അല്ല. ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് വർക്ക് കൺസ്യൂമിംഗ് ഡിവൈസ് ആണ്. ഈ പറയുന്ന ആദ്യത്തെ 3 വർക്ക് പ്രൊഡ്യൂസിംഗ് ആണ്. ഗ്യാസ് ടർബൈന് വർക്ക് ഔട്ട്പുട്ട് വരുന്നുണ്ട്, ഇന്റേണൽ കമ്പഷൻ എഞ്ചിന് വർക്ക് ഔട്ട്പുട്ട് വരുന്നുണ്ട്, സ്റ്റീം പവർ പ്ലാന്റിന് വർക്ക് ഔട്ട്പുട്ട് വരുന്നുണ്ട്. പിന്നെ ആരാണ് നമ്മുടെ ഡൊമസ്റ്റിക് റെഫ്രിജറേറ്റർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരു ലോ ടെമ്പറേച്ചറിൽ നിന്ന് ഹീറ്റ് ഹൈ ടെമ്പറേച്ചറിലോട്ട് പമ്പ് ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ എന്ത് വേണം, വർക്ക് ഇൻപുട്ട് വേണം. എന്ത് വേണം,
വർക്ക് ഇൻപുട്ട് വേണം. ലോ ടെമ്പറേച്ചറിൽ നിന്ന് ഹീറ്റ് ഹൈ ടെമ്പറേച്ചറിലോട്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ എന്ത് വേണം? അവിടെ വർക്ക് ഇൻപുട്ട് വേണം. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് എന്താ? നമ്മുടെ ഡൊമസ്റ്റിക് റെഫ്രിജറേറ്റർ എന്ന് പറഞ്ഞത് ഒരു എക്സാമ്പിൾ ആണ് ഡൊമസ്റ്റിക് റെഫ്രിജറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഡൊമസ്റ്റിക് റെഫ്രിജറേറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, കാർനോട്ട് സൈക്കിൾ കൺസിസ്റ്റ് ഓഫ്. കാർനോട്ട് സൈക്കിളിൽ ഏതൊക്കെ പ്രോസസ്സ് ഉണ്ട്? അപ്പൊ കാർനോട്ട് സൈക്കിൾ നമുക്ക് ഒന്ന് വരച്ചു നോക്കാം. കാർനോട്ട് സൈക്കിൾ വരയ്ക്കുന്ന സമയത്ത് കാർനോട്ട് സൈക്കിളിലെ PV ഡയഗ്രാം, പ്രഷർ, വോളിയം. ഓക്കെ, ഐസോ തെർമൽ എക്സ്പാൻഷൻ ഉണ്ട്, അതുപോലെ അഡയാബാറ്റിക് എക്സ്പാൻഷൻ ഉണ്ട്, ഐസോ തെർമൽ കംപ്രഷൻ ഉണ്ട്. എക്സ്പാൻഷൻ ആണ്. ഓക്കെ, 1 2 3. അത് കഴിഞ്ഞ് ഐസോ തെർമൽ കംപ്രഷൻ ഉണ്ട്, പിന്നെ എന്തുണ്ട്? അഡയാബാറ്റിക് കംപ്രഷൻ ഉണ്ട്. ഓക്കെ 3 2 4. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് ഐസോ തെർമൽ പ്രോസസ്സും ഇത് ടെമ്പറേച്ചർ ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ്. രണ്ട് ഐസോ തെർമൽ പ്രോസസ്സും രണ്ട് അഡയാബാറ്റിക് പ്രോസസ്സും PV റൈസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റന്റ്. രണ്ട് അഡയാബാറ്റിക് പ്രോസസ് ആണ് ഉള്ളത്. അപ്പോൾ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ റിവേഴ്സിബിൾ അഡയാബാറ്റിക് പ്രോസസ്സിനെയാണ് നമ്മൾ എന്താ ഐസെൻട്രോപിക് പ്രോസസ് എന്ന് പറഞ്ഞത്. അത് ഓർത്ത് നോക്കിയാൽ നിങ്ങൾ റിവേഴ്സിബിൾ അഡയാബാറ്റിക് പ്രോസസ് ഈസ് ഓൾസോ കോൾഡ് എന്താ? ഐസെൻട്രോപിക് പ്രോസസ്. അപ്പൊ 2 ഐസോതെർമൽ പ്രോസസ്സും 2 ഐസെൻട്രോപിക് പ്രോസസ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് എന്താ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന 2 ഐസോതെർമൽ പ്രോസസ്സും 2 ഐസെൻട്രോപിക് പ്രോസസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ റേഷ്യോ ഓഫ് ബ്രേക്ക് പവർ ടു ഇൻഡിക്കേറ്റഡ് പവർ. ബ്രേക്ക് പവർ ടു ഇൻഡിക്കേറ്റഡ് പവർ ഈസ് കാൾഡ്. നമ്മൾ ഈ ബ്രേക്ക് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റഡ് പവർ എന്തെന്ന് പറഞ്ഞാൽ അത് എന്താണെന്ന് മനസ്സിലാക്കണം. നമ്മൾ ഫ്യുവൽ കത്തി, റേഷ്യോ ഓഫ് ബ്രേക്ക് പവർ ടു ഇൻഡിക്കേറ്റഡ് പവർ അല്ലേ. അപ്പം നമ്മൾ ഫ്യുവൽ കത്തി സിലിണ്ടറിൻ്റെ അകത്ത് ഉണ്ടാകുന്ന പവറിനെയാണ് ബ്രേക്ക് പവർ എന്ന് പറയുന്നത്. നമ്മളെ ക്രാങ്ക് ഷാഫ്റ്റിൽ ഫ്രിക്ഷണൽ എല്ലാം നഷ്ടപ്പെട്ട് ഫ്രിക്ഷണൽ പവറൊക്കെ പോയിട്ട് ക്രാങ്ക് ഷാഫ്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പവറിനെയാണ് എന്ന് പറയുന്നത് ബ്രേക്ക് പവർ എന്ന്. ഫ്യൂവൽ കത്തി സിലിണ്ടറിൻ്റെ അകത്ത് ഉണ്ടാകുന്ന പവർ ഇൻഡിക്കേറ്റർ പവറും അതുപോലെ നമ്മളെ ക്രാങ്ക് ഷാഫ്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പവറാണ് എന്താ? ബ്രേക്ക് പവർ. അപ്പൊ റേഷ്യോ ഓഫ് ബ്രേക്ക് പവർ ടു ഇൻഡിക്കേറ്റഡ് പവറിന് നമുക്ക് എന്ത് പറയാം? മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറയാം. എഫിഷ്യൻസി മെക്കാനിക്കൽ എന്ന് പറയാം. എഫിഷ്യൻസി മെക്കാനിക്കൽ. ഓക്കെ ആണോ? മക്കളെ? അപ്പൊ അടുത്ത് നോക്കാം. മെക്കാനിക്കൽ എഫിഷ്യൻസി. ഇനി തെർമൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് വർക്ക് ഇൻപുട്ട് ഡിവൈഡ് ബൈ ഹീറ്റ് സപ്ലൈഡ്. ആ തെർമൽ എഫിഷ്യൻസി ബ്രേക്ക് തെർമൽ എഫിഷ്യൻസി ഉണ്ട്, ഇൻഡിക്കേറ്റർ തെർമൽ എഫിഷ്യൻസി ഉണ്ട്, വോളിമെട്രിക് എഫിഷ്യൻസി എന്ന് പറയുന്നത് ആക്ച്വൽ വോളിയം ഡിവൈഡ് ബൈ എന്താ? തിയററ്റിക്കൽ വോളിയം. അതാണ് വോളിമെട്രിക് എഫിഷ്യൻസി എന്ന് വെച്ചാൽ റിലേറ്റീവ് എഫിഷ്യൻസി എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ബ്രേക്ക് തെർമൽ എഫിഷ്യൻസി ഡിവൈഡ് ബൈ എന്താ? എഫിഷ്യൻസി ഓഫ് ഓട്ടോ സൈക്കിൾ. അതിന് റിലേറ്റീവ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ, അത് ഓർത്ത് നോക്കിയ ഓപ്ഷൻസ്. മോഴ്സ് ടെസ്റ്റ് ഈസ് ഇൻ മൾട്ടി സിലിണ്ടർ എഞ്ചിൻ ഈസ് യൂസ് ടു. മോഴ്സ് ടെസ്റ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? വോളിമെട്രിക് എഫിഷ്യൻസി കാണാനാണോ, ബ്രേക്ക് തെർമൽ എഫിഷ്യൻസി കാണാനാണോ, ഇൻഡിക്കേറ്റർ പവർ കാണാനാണോ, അതുപോലെ ബ്രേക്ക് പവർ ആണ്. അപ്പം മോഴ്സ് ടെസ്റ്റ് യൂസ് ചെയ്യുന്ന മൾട്ടി സിലിണ്ടർ എഞ്ചിനിൽ ഇൻഡിക്കേറ്റർ പവർ കാണാനാണ്. ഓർത്ത് നോക്കിയാൽ നമ്മളെ മൾട്ടി സിലിണ്ടർ എഞ്ചിനിൽ ഇൻഡിക്കേറ്റർ പവർ കാണാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്ന? മോഴ്സ് ടെസ്റ്റ് യൂസ് ചെയ്യുന്ന. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ സിലിണ്ടറിൻ്റെയും ഈ പറയുന്ന പോലെ ഫ്യൂൽ കട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫ്രിക്ഷണൽ പവർ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഈ പറയുന്ന പോലെ ബ്രേക്ക് പവറിൽ നിന്ന് ഈ പറയുന്ന ഫ്രിക്ഷണൽ പവർ മൈനസ് ചെയ്ത് നമുക്ക് എന്താ ഈ പറയുന്ന ഇൻഡിക്കേറ്റർ പവർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഓരോ സിലിണ്ടറിൻ്റെ ഇൻഡിക്കേറ്റർ പവർ കണ്ടുപിടിച്ച് അവസാനം അത് ആഡ് ചെയ്യുന്ന സമയത്താണ് ടോട്ടൽ എന്താ ഇൻഡിക്കേറ്റർ പവർ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഓരോ സിലിണ്ടറിന്റെ ഇൻഡിക്കേറ്റർ പവർ നമ്മൾ എന്ത് ചെയ്യുന്നു? കാണുന്നു. ഓക്കെ, ഇൻഡിക്കേറ്റർ പവർ അല്ലെങ്കിൽ എന്താ? ഫ്രിക്ഷണൽ. നമ്മൾ ഈ പറയുന്ന പ്രോബ്ലം ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഓരോ സിലിണ്ടറിന്റെ എന്താ? ഫ്രിക്ഷണൽ പവറാണ് കാണുന്നത്. IP1 - BP1 എന്ന് പറഞ്ഞ ഫ്രിക്ഷണൽ പവർ കാണുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക. അപ്പം നമ്മൾ ഈ ഓർത്ത് വെക്കേണ്ടത് മോഴ്സ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത് നമ്മൾ മൾട്ടി സിലിണ്ടർ എഞ്ചിനിൽ ഇൻഡിക്കേറ്റർ പവർ കണ്ടുപിടിക്കാൻ വേണ്ടിയാണെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ മോഴ്സ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് കോപ്പർ വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് തെർമൽ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് തെർമൽ കണ്ടക്ടിവിറ്റി ഡിഗ്രീസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, മെറ്റൽസിൽ ഫ്രീ ഇലക്ട്രോൺസ് കാരണമാണ്
ഈ പറയുന്ന ഇലക്ട്രിക് കണ്ടക്ടിവിറ്റിയും അതേപോലെ തെർമൽ കണ്ടക്ടിവിറ്റിയും ഉണ്ടാവണം. അപ്പോൾ ഈ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ഈ ഫ്രീ ഇലക്ട്രോൺസിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന റാൻഡം ആവുകയും അത് കാരണം തെർമൽ കണ്ടക്ടിവിറ്റി എന്താണ് ഡിഗ്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അതൊന്ന് ഓർത്തു വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, by which of the following mode of heat transfer heat is mainly transferred from an insulated pipe to the surrounding still air? അപ്പോൾ സറൗണ്ടിങ് എയറിലേക്ക് ഏത് മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ വഴിയാണ് ഹീറ്റ് ഇൻസുലേറ്റഡ് പൈപ്പിൽ നിന്ന് പുറത്തോട്ട് പോകുന്നത്? അപ്പം മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ നമുക്ക് അറിയാന്നുള്ള കണ്ടക്ഷൻ ഉണ്ട്. കണ്ടക്ഷൻ എന്നാൽ സോൾഡ് ടു സോൾഡ് ആണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നെങ്കിൽ അത് കണ്ടക്ഷൻ എന്ന് പറയാം. റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ടെമ്പറേച്ചറിൽ ഈ പറഞ്ഞ മീഡിയം ഇല്ലാതെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നെങ്കിൽ അതിനെ നമുക്ക് റേഡിയേഷൻ എന്ന് പറയാം, സണ്ണിൽ നിന്ന് വരുന്നതൊക്കെ. ഇനി കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സോളിഡിൽ നിന്ന് ഫ്ലൂയിഡിലോട്ട് ഡെൻസിറ്റി ഡിഫറൻസ് കാരണമാണ് അവിടെ എന്ത് ചെയ്യുന്നത് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നെങ്കിൽ അവിടെ എന്ത് പറയാം കൺവെക്ഷൻ എന്ന് പറയാം. അവിടെ ഒരു എക്സ്റ്റേണൽ ബ്ലോവറോ ഫാനോ വെക്കുന്നെങ്കിൽ ഫോഴ്സ്ഡ് കൺവെക്ഷൻ എന്ന് പറയാം. അപ്പോൾ ഇവിടെ എക്സ്റ്റേണൽ ബ്ലോവറോ ഫാനോ ഇല്ല. അപ്പോൾ ഇതെന്ത് തന്നെയാണ് നാച്ചുറൽ കൺവെക്ഷൻ. ഡെൻസിറ്റി വേരിയേഷൻ കാരണം ഈ പറയുന്ന സോളിഡിൽ നിന്ന് ഈ പറയുന്ന ഫ്ലൂയിഡിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം കൺവെക്ഷൻ എന്ന് പറയാം. അത് നാച്ചുറലി ഈ ഡെൻസിറ്റി ഡിഫറൻസ് കാരണം നടക്കുന്നെങ്കിൽ അതിനെ എന്ത് പറയാം നാച്ചുറൽ കൺവെക്ഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മനസ്സിലാവും ഓപ്ഷൻ ഡി നാച്ചുറൽ കൺവെക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, എ സ്ലൈഡിംഗ് ബെയറിംഗ് which can support steady load without any relative motion between the journal and the bearing is called. അതിനെയാണ് നമ്മളത് ഹൈഡ്രോഡൈനാമിക് ലൂബ്രിക്കേറ്റഡ് ബെയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഒരു എക്സ്റ്റേണൽ പ്രഷർ കൊടുത്താണ് ഇതിൻ്റെ ഇടയിൽ എന്താ ഒരു ഓയിലിനെ ഫില്ല് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത് ബെയറിംഗ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മക്കളെ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ AMVക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതുവരെ ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസും നിങ്ങൾ ഇനി കൂടുതൽ ക്വസ്റ്റ്യൻസ് എന്താ വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ എത്തുന്നതായിരിക്കും. താങ്ക് യു.